ഉരുളെടുത്ത ചൂരൽമലയിൽ ചെറിയ പെരുന്നാൾ ദിനം ഓർമ്മകളിലേക്കുള്ള മടക്കം കൂടിയാണ്. പുത്തുമല ശ്മശാനത്തിലെ ഖബറിടങ്ങളിൽ പ്രാർത്ഥനകൾ നിറഞ്ഞു. ചൂരൽമല പള്ളിയിലെ പ്രാർത്ഥനകളിൽ മുണ്ടക്കൈ നിവാസികളും പങ്കെടുത്തു. ചൂരൽമലയിലും മുണ്ടക്കൈയിലും കഴിഞ്ഞ തവണത്തെ പെരുന്നാൾ ഈ വിധമായിരുന്നില്ല. ആഘോഷങ്ങളുടെ നിറവുണ്ടായിരുന്നു. എന്നാൽ ദുരന്തത്തിനിപ്പുറം പല വഴിയായ മനുഷ്യർ ഇന്ന് ചൂരൽമല പള്ളിയിൽ ഒത്തുചേർന്നത് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാനാണ്. ദുരന്തം പെയ്തിറങ്ങിയതിന്റെ തൊട്ടുപിന്നാലെ ഈ പള്ളിയായിരുന്നു എല്ലാവർക്കും അഭയസ്ഥാനം. രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കഴിക്കാൻ, വിശ്രമിക്കാൻ, അങ്ങനെ എന്തിനും ഈ പള്ളി സദാസമയവും തുറന്നിരുന്നു. ഇന്ന് ഇവിടെ മുഴങ്ങുന്ന തക്ബീറുകൾക്ക് ഓർമ്മകളുടെ ഇരമ്പമുണ്ട്. ഇന്നലെ മുതൽ ഞങ്ങൾ ഭയങ്കര നിരാശരായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ആഘോഷവും നമ്മളെ അങ്ങാടിയും ഒക്കെ വളരെ സജീവമായി ഉണ്ടായൊരു അങ്ങാടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വളരെ വേദനയുള്ള ഒരു ദിവസമാണിന്ന്. നാട്ടിലുള്ള ദുരന്തത്തിൽ എല്ലാവരും പോയി, ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുടുംബങ്ങളൊക്കെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇന്നലൊക്കെ ഈ ടൗണ് ഉറങ്ങിക്കിടക്കുക. കാരണം ടൗണിൽ ആരുമില്ല, യഥാർത്ഥത്തിൽ ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ സമാധാനിക്കുക എന്നല്ലാതെ യാതൊരു നിവൃത്തി ഇന്നില്ല. മുണ്ടക്കൈ ഖബറിസ്ഥാനിലും പുത്തുമല ശ്മശാനത്തിലും പ്രത്യേകം പ്രാർത്ഥനകളുണ്ടായി. പരസ്പരം ആശ്ലേഷിച്ചും മധുരം പങ്കുവച്ചും ഈ നാട് അതിജീവനത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം പകരുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.